മകളെ വാ, വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികളുടെ പേടി സ്വപ്നം പ്ലാന്റ് കിങ്ഡം. എന്തു പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് ഇതാ സാറെ കൂടെ നിന്നോ കുറഞ്ഞ സമയം. പ്ലാന്റ് കിങ്ഡം ഇതിൻ്റെ തുടക്കത്തിൽ സാറ് എഴുതി കൂട്ടി ഒന്നും മക്കൾ കണ്ട് ബേജാറാവണ്ട, വളരെ സിമ്പിൾ. സാർ ഒന്ന് എഴുതി വെച്ചേ ഉള്ളൂ. ഇതാ നോക്കിക്കോ, സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയേണ്ട ഏറ്റവും ഫസ്റ്റ് വളരെ അപൂർവമായിട്ടാണ് ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. കുറച്ച് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിനേയസ് ആണ്. അയാൾ ബേസ്ഡ് ഓൺ എന്ത് മാത്രമേ നോക്കിയിട്ടുള്ളൂ ആ കുഞ്ഞിരാപ്പി? മോർഫോളജി മാത്രമേ നോക്കിയിട്ടുള്ളൂ. വെറും ആളെ കാണാൻ എങ്ങനെ എന്ന് വെച്ച് ക്ലാസിഫൈ ചെയ്തു. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മോർഫോളജി. ആരാ കൊണ്ടുവന്നത്? ലിനേയസ്. അടുത്ത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് ബെന്തം ആൻഡ് ഹുക്കർ. അവർ നോക്കിയത് എന്തൊക്കെയാണ്? മോർഫോളജി നോക്കി, അനാട്ടമി നോക്കി, എംബ്രിയോളജി നോക്കി, എക്സെട്ര 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 പല കാര്യവും നോക്കി. മക്കൾ പറ ഏതാണ് ഗുഡ്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത് ആരൊക്കെ കൊണ്ടുവന്നത്, എന്തൊക്കെ ബേസിലാണ് കൊണ്ടുവന്നത് എന്നുള്ളത് മാത്രം നോക്ക്. ലാസ്റ്റ് വൺ ഫൈലോജനറ്റിക്. എല്ലാവർക്കും അറിയാം, എടാ ഈ ഫൈലോജനറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ എവല്യൂഷനാണ്. അപ്പോൾ എവല്യൂഷൻ നോക്കുമ്പോൾ വേറെ കുറേ സംഭവത്തിൻ്റെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. യൂസിങ് ഇൻഫർമേഷൻ ഫ്രം എന്തൊക്കെ ഇൻഫർമേഷൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ടാക്സോണമി ഇല്ലേ, ലിവിങ് വേൾഡിൽ പഠിച്ച ടാക്സോണമി, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ. നോക്ക്, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി. അപ്പോൾ സാർ ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുക. നല്ല ശ്രദ്ധിച്ചോട്ടോ. ന്യൂമറിക്കൽ ടാക്സോണമി പറഞ്ഞാൽ ബൈ യൂസിങ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് അത്ര മാത്രം. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുക, ജീവികൾ ഇന്ന പോലെയാണ് എന്നൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാനാണ് ന്യൂമറിക്കൽ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ക്രോമസോം. ക്രോമസോമുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ക്ലാസിഫൈ ചെയ്താണ് സൈറ്റോ ടാക്സോണമി. കീമോ ടാക്സോണമി പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കെമിക്കൽസ്. അതൊക്കെ വാക്കിന്ന് കിട്ടുടാ, കെമിക്കൽസ്. മക്കളെ ഒരു മാച്ച് ദ ഫോളോയിങ് പ്രതീക്ഷിച്ചാൽ മതി, അതിലപ്പുറം ഒന്നും വേണ്ട. എന്നാ ശ്രദ്ധിച്ചോ. ലാസ്റ്റ് വൺ ന്യൂമറിക്കൽ ടാക്സോണമി, അപ്പുറത്ത് എന്തുണ്ടാവും? കമ്പ്യൂട്ടർ എന്നുള്ളൊരു വാക്കുണ്ടാവും. സൈറ്റോ ടാക്സോണമി, അപ്പുറത്ത് ഏത് വാക്കുണ്ടാവും? ക്രോമസോം. കീമോ, അപ്പുറത്ത് ഏത് വാക്കുണ്ടാവും? കെമിക്കൽസ്. ഒന്ന് പഠിച്ചെടുത്തോടാ, പോസ് ചെയ്ത് ഒന്ന് പഠിച്ചെടുത്തോ. പ്ലാൻ കിങ്ഡം കുറച്ച് ഹറാമ്പറപ്പ് ചാപ്റ്ററാണ്. അപ്പോൾ 3 സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ്: ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ, ഫൈലോജനറ്റിക്. അല്ലെങ്കിൽ ഫൈലോജനറ്റിക് എന്ന് പറഞ്ഞാൽ എവല്യൂഷനാണ്. അത് എവല്യൂഷൻ വഴി ക്ലാസിഫൈ ചെയ്യാൻ പല സിസ്റ്റങ്ങളും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പെട്ടാണ് ന്യൂമറിക്കൽ, സൈറ്റോ, കീമോ. നെക്സ്റ്റ് ആൽഗെ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മർമ്മത്തിലേക്ക് കടക്കുകയാണ്. ആൽഗേനെ വെച്ച് തുടങ്ങാം. ആൽഗേൻ്റെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്. മക്കളെ ഫോർ ഫുഡിന് വേണ്ടിയിട്ട് ഏതൊക്കെ ആൽഗേനെ ഉപയോഗിക്കും? പോർഫൈറ, ലാമിനാരിയ, സർഗാസം. പേരുകൾ പഠിക്കൽ നിർബന്ധമാണ്. സ്പേസ് ട്രാവലേഴ്സ്, ബഹിരാകാശ സഞ്ചാരികൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ക്ലോറല്ലയെ ചിലപ്പോൾ അവർ ഉപയോഗിക്കും. ക്ലോറല്ല, എക്സാമ്പിൾ ക്ലോറല്ല. 2 എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഫുഡിൻ്റെ. വാട്ടർ ഹോൾഡിങ് ഹൈഡ്രോകൊളൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. വാട്ടർ ഹോൾഡിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, വെള്ളമൊക്കെ കുറേ നേരം പിടിച്ചു നിർത്താൻ കഴിവുള്ള ചില സബ്സ്റ്റൻസ് ആയിട്ട്. ഏതൊക്കെയാ കെമിക്കൽസ്? ആൽജിനും കെരാജിനും. ആൽജിൻ, കെരാജിൻ. ഈ ആൽജിനും കെരാജിനൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് വെച്ചാൽ ആൽജിൻ ഫ്രം ബ്രൗൺ ആൽഗെ, കെരാജിൻ ഫ്രം റെഡ് ആൽഗെ. സാറേ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ആൽജിൻ ഏരോമാർക്ക് ബ്രൗൺ ആൽഗെ, കെരാജിൻ ഏരോമാർക്ക് ഡാഷ് റെഡ് ആൽഗെ. ഈ ആൽജിനും കെരാജിനും എന്താണ്? വാട്ടർ ഹോൾഡിങ് സബ്സ്റ്റൻസ് ആണ്, വെള്ളം പിടിച്ചിരുത്താൻ കഴിയും. അവരെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഹൈഡ്രോകൊളോയിഡ്. കിട്ടി. ഇനി ഐസ്ക്രീമിലും ജെല്ലീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. എല്ലാവർക്കും അറിയാം, യൂട്യൂബ് ചാനലിലൊക്കെ സ്ഥിരം റീലൊക്കെ കാണുന്നവർക്ക് എന്തായാലും അറിയാം, ഐസ്ക്രീമും ജെല്ലിലൊക്കെ ഉപയോഗിക്കുന്ന അഗർ 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 അല്ലേ? നമ്മളെ ചൈന ഗ്രാസ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സാധനത്തിൻ്റെ ഒക്കെ ഒരു ആൾ തന്നെയാണ്. ഒബ്റ്റൈൻ ഫ്രം ഇത് എവിടെ നിന്ന് കിട്ടുന്നത് നോക്കിക്കോ, റെഡ് ആൽഗെ എന്നാണ് അതിൻ്റെ പേരാണ്. ജെല്ലിഡിയം ആൻഡ് ഗ്രാസിലേറിയ, ഇത് 2 റെഡ് ആൽഗയാണ് കേട്ടോ. നമുക്ക് പഠിക്കാണ്ട്. റെഡ് ആൽഗേൻ്റെ എക്സാമ്പിളാണ് ഈ അഗർ കിട്ടുന്നത്. ജെല്ലിഡിയം ആൻഡ് ഗ്രാസിലേറിയ എന്നാണ്. മക്കളെ പോസ് ചെയ്ത് പഠിക്കാനുണ്ട് ഈ ചാപ്റ്റർ. നല്ല മക്കളായിട്ട് ഒന്ന് പോസ് ചെയ്ത് ഇത്രയും കണ്ടന്റ് ഒന്ന് പഠിച്ചെടുത്തോ. അറിയാത്തവർ ഒന്ന് പഠിച്ചെടുക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആൽഗെ 3 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ അല്ലേ? അതിൽ റെഡ് ആൽഗേൻ്റെ എക്സാമ്പിൾ ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഗ്രാസിലേറിയ, ജെല്ലിഡിയം. ബ്രൗൺ ആൽഗേൻ്റെ നമുക്ക് കാണുന്നുണ്ടോ? കെൽപ്സ്, ഡിക്റ്റിയോട്ട, ലാമിനേരിയ, സർഗാസം. ഗ്രീൻ ആൽഗെ നോക്കിയേ, ക്ലോറല്ല, ക്ലമൈഡമോണസ്, വോൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗേറ. സാറ് സ്പീഡിൽ വായിച്ചു എന്നേ ഉള്ളൂ, ചിലവർക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് കാണാപ്പാടാണ്. ഈ ഒരു ഭാഗമൊക്കെ കാണാപ്പാടാണ്, കാര്യമായിട്ട് കൺസെപ്റ്റുകളൊന്നുമില്ല. മക്കളെ ഒന്ന് പോസ് ചെയ്ത് ഈ പേരുകളൊന്ന് കാണാതെ പഠിച്ചെടുക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ തുടങ്ങില്ലേ, എന്നാൽ പഠിച്ചോ, നമുക്ക് ഒരുമിച്ച് ഒന്ന് പഠിച്ചു നോക്കാം. ഗ്രീൻ ആൽഗെ, ക്ലോറല്ല, ക്ലമൈഡമോണസ്, വോൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗ്രൈറ, ബ്രൗൺ ആൽഗെ, കെൽപ്സ്, ഡിക്റ്റിയോട്ട, ലാമിനാരിയ, സർഗാസം, റെഡ് ആൽഗെ, ഗ്രാസിലേറിയ, ജെല്ലിഡിയം.
ഓക്കെ ആണോ? ഇത്രയെങ്കിലും പഠിച്ചെടുക്കണം. ഒരു പാട്ട് പോലെ ഒന്നിരുന്ന് അങ്ങനെ പാടിക്കോ, 2 മിനിറ്റ് മതി, അത് പഠിക്കും. എടാ ഇനി ആൽഗയിൽ നമ്മൾ നോക്കാനുള്ളത് ഇതാണ് ഈ ക്ലോറോഫൈസിയ, ഫെയോഫൈസിയ, റെഡോഫൈസിയ. എല്ലാവർക്കും അറിയാം. ക്ലോറോഫൈസിയ പറഞ്ഞാൽ ഗ്രീൻ ആൽഗെ, ഫെയോഫൈസിയ ബ്രൗൺ ആൽഗെ, റെഡോഫൈസിയ റെഡ് ആൽഗെ. അതിൻ്റെ പിഗ്മെൻറ്റുകളൊന്ന് ശ്രദ്ധിച്ച്. ഗ്രീൻ ആൽഗയിൽ ഏതൊക്കെയുള്ളത്? ക്ലോറോഫിൽ എയും ബിയും. ബ്രൗൺ ആൽഗയിലോ ക്ലോറോഫിൽ എയും സിയും പിന്നെ ഫ്യൂക്കോസാന്തിനും. റെഡ് ആൽഗയിലോ ക്ലോറോഫിൽ എയും ഡിയും ഫൈക്കോ എരിത്രിനും. കണ്ടോ? അത്രയും സാധനങ്ങളുള്ളത്. അതേപോലെ തന്നെ സ്റ്റോർ ഫുഡ്, ഇവരുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഗ്രീൻ ആൽഗെ സ്റ്റാർച്ച്, ബ്രൗൺ ആൽഗെ മാനിറ്റോളും ലാമിനാരിയാണ്. മറ്റേ റെഡ് ആൽഗെ നോക്കിയ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇവരുടെ സെൽവാളും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, റയറായിട്ടേ കണ്ടിട്ടുള്ളൂ. സെൽവാളിൻ്റെ പേരുകളും ഒന്ന് നോക്കി വെക്കുക. ഈ ബോക്സ് പഠിക്കാതെ ആരും പോകണ്ട. ഓക്കെ എടാ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ ഇതിൻ്റെ കാര്യമാണ്. +1 നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ സ്ലിപ്പായി. ഓക്കെ, +2 ഒന്ന് ഉഷാറാക്കാം. വളരെ കുറഞ്ഞ ഒരു പാക്കേജാണ് CM കൊണ്ടുവന്നിട്ടുള്ളത്. എടാ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രയോഫൈറ്റിനെ കുറിച്ചാണ്. എന്നാ ശ്രദ്ധിച്ചു. ബ്രയോഫൈറ്റ് ആരാ വെച്ചാൽ ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡമാണ്. ആംഫീബിയനോ, വെള്ളത്തിലും കരയിലും. അതെ. എന്തുകൊണ്ട് ബ്രയോഫൈറ്റിനെ ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നു? ഇതാണ് അതിൻ്റെ ആൻസർ. ലിവ് ഇൻ സോയിൽ, സോയിലാണ് വളരുന്നത്, ബട്ട് നീഡ് വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. They live in soil but need water for sexual reproduction. അതുകൊണ്ടാണ് ഇവരെ ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരുടെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കിയേ. ബ്രയോഫൈറ്റിൻ്റെ ആണ്, നേരത്തെ പഠിച്ച ആൽഗേൻ്റെ ആണ്, ഇപ്പോൾ ബ്രയോഫൈറ്റ് കുറച്ചധികം ഉണ്ട്. ആസ് ഫുഡ് ഫോർ ബേർഡ്സ് ആൻഡ് മാമൽസിന് ഫുഡ്. സ്ഫാഗ്നം ബ്രയോഫൈറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. പീറ്റ് മോസ് എന്നൊക്കെ പറയും. സ്ഫാഗ്നം യൂസ്ഡ് ആസ് ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഒരു സോയിൽ ഇറോഷനൊക്കെ തടയാൻ നമ്മൾ ബ്രയോഫൈറ്റിന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയയാണ്, പഠിച്ചു. എടാ ഇനി ബ്രയോഫൈറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് സാറി ബോർഡിൽ എഴുതിയ പഠിച്ച സെറ്റാണ്. നോക്കിക്കോ. ബ്രയോഫൈറ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലിവർ വേർഡ്സ്, പിന്നെ ഒരു ഗ്രൂപ്പാണ് മോസസ്. ആദ്യം നമുക്ക് ലിവർ വേർഡ്സിലേക്ക് വരാം. ബ്രയോഫൈറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ് ലിവർ വേർഡ്സ്. അതിനൊരു എക്സാമ്പിൾ എന്നാ പൊട്ടിച്ചോ, മാർക്കാൻഷ്യ. ബ്രയോഫൈറ്റിൻ്റെ ഒരു ടൈപ്പാണ് ലിവർ വേർഡ്സ്, അതിൻ്റെ എക്സാമ്പിളാണ് മാർക്കാൻഷ്യ. ഇവരുടെ ഒരു സിമ്പിൾ പോയിൻ്റാണ് പഠിക്കേണ്ടത്. ഇവർക്ക് കൂടുതൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിനുപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ജമ്മ. അതെ, ജമ്മ. അസെക്ഷൽ റീപ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന അസെക്ഷൽ ബഡാണ് ജമ്മ. എന്താണ് ജമ്മ എന്ന് ചോദിച്ചാൽ ഈ 3 പോയിന്റ് എഴുതണം. 3 പോയിന്റ്സ്. ഒന്ന് അസെക്ഷൽ ബഡാണ്, ഗ്രീൻ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. എന്തൊക്കെയാണ്? ഞാൻ പച്ചയിലാണ് എഴുതിയിട്ടുള്ളത്. ഗ്രീൻ, അസെക്ഷൽ ബഡ്, മൾട്ടി സെല്ലുലാർ, ജമ്മ. സീൻ ഓൺ ലിവർ വേർഡ്സ്. ലിവർ വേർഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ മാർക്കാൻഷ്യ. മതിയട. നെക്സ്റ്റ് ടൈപ്പാണ് മോസസ്. ബ്രയോഫൈറ്റിൻ്റെ ഒരു ടൈപ്പാണ് മോസസ്. മോസസിന് 2 സ്റ്റേജ് ഉണ്ട് ജീവിതത്തിൽ. നമുക്കുമില്ല, പണ്ട് ഇഴഞ്ഞു നടന്നിരുന്ന സ്റ്റേജും നേരെ നിന്നിരുന്ന സ്റ്റേജും. അതന്നെ, ഇഴഞ്ഞു നടന്നിരുന്ന സ്റ്റേജാണ് പ്രോട്ടോണീമ. നേരെ വടി പോലെ നിൽക്കാൻ തുടങ്ങിയ സ്റ്റേജാണ് ലീഫി സ്റ്റേജ്. എന്നാ പ്രോട്ടോണീമ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ്, ലീഫി സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജ്. പ്രോട്ടോണീമ എവിടുന്ന് ഉണ്ടാവുക? ഡെവലപ്പ് ഫ്രം സ്പോറിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സ്പോറിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടോണീമ. എന്നാൽ ലീഫി സ്റ്റേജോ ഡെവലപ്പ് ഫ്രം പ്രോട്ടോണീമ സ്റ്റേജ്. ഓക്കെ, പ്രോട്ടോണീമ വലുതായിട്ടാണോ ഏത് സ്റ്റേജ് ഉണ്ടായത്? ലീഫി സ്റ്റേജ് ഉണ്ടായത്. ഓക്കെ, രണ്ടിൻ്റെയും സിമ്പിൾ ഡിഫറൻസ് പഠിച്ചു വെക്കുക. മോസസുകൾക്ക് എക്സാമ്പിളാണ് ഫ്യുനേരിയയും സ്വാഗ്നവും. ഞാൻ ഈ വരച്ച ഫ്ലോ ചാർട്ട്, ഈ ഒരു സംഭവം പഠിച്ചു വെച്ചാൽ ബ്രയോഫൈറ്റ് പക്ക മതി. ഒന്ന് പഠിച്ച്, ഇത്രയും സിമ്പിളാണത്. എടാ മക്കളെ, ഈ ചിത്രങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോകണം. അതിൽ ഈ ചിത്രം, ഈ ടിക്ക് ചെയ്ത് ഈ ചിത്രം വന്നിരിക്കും. ഓക്കെ, ഇതും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ദിസ് ഈസ് ആർക്കിഗോണിയോഫോർ, ഫീമെയിൽ സെക്സ് ഓർഗൻ. ദിസ് ഈസ് മെയിൽ സെക്സ് ഓർഗൻ. Anthradio, male sex. This is female, this is male sex organ. ശ്രദ്ധിച്ചോ. ഫീമെയിൽ സെക്സ് ഓർഗൻ, മെയിൽ സെക്സ് ഓർഗൻ. എടാ ഈ ചിത്രങ്ങളും കൂടി, അതായത് ഒരു വാക്കനെയാണ് ഇത് കേട്ടോ. കണ്ടോ, ഈ വാക്കുകൾ ശ്രദ്ധിച്ചോ, ഏകദേശം സെയിം വാക്കുകളാണ് കേട്ടോ. ഇതിൽ ഈ സ്പോറോഫൈറ്റിൻ്റെ ചിത്രം, ബ്രയോഫൈറ്റ് മാർക്കിങ്സ് എല്ലാം പഠിക്കും. ക്യാപ്സ്യൂൾ, ഫുട്ട്, സീറ്റ്, ലീഫ്, ഈ സാധനങ്ങളെല്ലാം പഠിക്കും.
ഇതാരൊക്കെയാണ് എന്നൊന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. മാർക്കാൻഷ്യൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. മാർക്കാൻഷ്യയാണ് ഇത് രണ്ടും. ഓക്കെ, മോസസ് ആണിത്, ഫിണേരിയാണിത്. ഓക്കെ, സ്ഫാഗ്നാണിത്, സ്ഫാഗ്നം. ഓക്കെ, സ്ഫാഗ്നം. ഈ ചിത്രങ്ങളൊന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ, പഠിക്കാതെ പോരുതേ. ഇവിടെ മക്കളെ വാടാ, ടെറിഡോഫൈറ്റ്. ബ്രയോഫൈറ്റ് കഴിഞ്ഞു. ഇനി സാറേ കുറച്ചല്ലേ ഉള്ളൂ, ഇനി കുറച്ചേ ഉള്ളൂ. പക്ഷേ ബ്രയോഫൈറ്റ് വരെയുള്ള നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ടെറിഡോഫൈറ്റ് ഒന്ന് ആട്ടി പഠിച്ചാലും മതി, വല്ലപ്പോഴേ വരുള്ളൂ. ടെറിഡോഫൈറ്റ്. എടാ അടുത്തൊരു ഘട്ടം പ്ലാന്റ്സ് വളരെ മാക്രോഫിൽ. വാട്ട് ഇസ് മൈ ഫിൽ? ഫിൽ എന്ന് പറഞ്ഞാൽ മക്കളെല്ലാവരും മനസ്സിലാക്കി വെച്ചോ, ലീഫ് എന്ന അർത്ഥം. അപ്പോൾ വാട്ട് ഈസ് മാക്രോഫിൽ? വലിയ ഇല. അത് കാണുന്നതിന് എക്സാമ്പിളാണ് ഫേൺസ്. മൈക്രോഫിൽ അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അത് കാണുന്നതിന് എക്സാമ്പിളാണ് സെലാജിനല്ല. എടോ ചെറിയ ഇല. ടെറിഡോഫൈറ്റിൻ്റെ ഡോമിനൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. എടാ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചെടികൾക്ക് 2 സ്റ്റേജ് ഉണ്ടാവും. മൊത്തം എല്ലാ ചെടികൾക്കും 2 സ്റ്റേജ് ഉണ്ടാവും. ഒന്ന് ഗാമിറ്റോഫൈറ്റ്, ഒന്ന് സ്പോറോഫൈറ്റ്. ഏതൊക്കെടാ? ഗാമിറ്റോഫൈറ്റും സ്പോറോഫൈറ്റും. ചില ചെടികൾക്ക്, അതായത് ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം, ഇവർക്കൊക്കെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. ആൽഗെ, ബ്രയോഫൈറ്റ്, ഇവർക്കൊക്കെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമിറ്റോഫൈറ്റ് ആണ്. അപ്പോൾ പറ, ടെറിഡോഫൈറ്റിൻ്റെ ഡോമിനൻ്റ് സ്റ്റേജ് ഏതാണ്? സ്പോറോഫൈറ്റ്. എന്നാൽ അതിൽ ഗാമിറ്റോഫൈറ്റ് ഇല്ലേ? ഉണ്ട്. അതിലുള്ള ഗാമിറ്റോഫൈറ്റിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്. ആ പേരാണ് ഈ കുഞ്ഞിരാപ്പി പേര്, പ്രോത്താലസ്. നോക്ക്, ടെറിഡോഫൈറ്റിൻ്റെ ഗാമിറ്റോഫൈറ്റിനെ വിളിക്കുന്ന ഒരു വാക്കാണ് പ്രോത്താലസ്. അപ്പോൾ എന്താണ് പ്രോത്താലസ് എന്ന് വെച്ചാൽ സ്മോളാണ്, ഫോട്ടോസിന്തസിസ് നടക്കും, ഒറ്റയ്ക്ക് ജീവിക്കും, ഫ്രീ ലിവിങ് ആണ്. അങ്ങനെയുള്ള ഗാമിറ്റോഫൈറ്റിനെ ടെറിഡോഫൈറ്റിൽ വിളിക്കുന്ന ഒരു പ്രത്യേക വാക്കാണ് പ്രോത്താലസ്. പറ, പരീക്ഷയ്ക്ക് ഡയറക്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്രോത്താലസ്? സ്മോൾ, ഫ്രീ ലിവിങ്, photosynthetic gametophyte of pteridophyte is called പ്രോത്താലസ്. സെൻറ്റൻസ് ഞാൻ വ്യക്തമാക്കിയേ. ഓക്കെ, നിങ്ങൾക്ക് മിക്കവാറും ആൻസർ ആയിരിക്കും പ്രോത്താലസ് എന്ന് എഴുതേണ്ടി വരിക. ശ്രദ്ധിച്ചു, നല്ല ക്വസ്റ്റ്യൻ ആണത്. ഈ ടെറിഡോഫൈറ്റിൽ സ്പോറുകൾ 2 രീതിയിൽ കാണും. ഒന്ന് ഹോമോസ്പോറസ്. എന്താണ് ഹോമോ? ഒരേപോലെ. 2 ഹെട്രോസ്പോറസ്. വാട്ട് ഈസ് മൈ ഹെട്രോസ്പോറസ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസ് അല്ലേ. ഹെട്രോസ്പോറസിൻ്റെ എക്സാമ്പിളാണ് സെലാജിനല്ലി സാൽവിനി കേട്ടോ, മറക്കരുത്. അതിൽ ഒരു സ്പോർ മാക്രോ ആയിരിക്കും, ഒരു സ്പോർ മൈക്രോ ആയിരിക്കും. എന്താ സാറേ മാക്രോ മൈക്രോ എന്നൊക്കെ അറിയാലോ? വലിയ സ്പോറും ചെറിയ സ്പോറും. അതിന് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചോ. ഇതാണ് 1 മാർക്കിന് വരും എക്സാമ്പിൾസ്. ടെറിഡോഫൈറ്റിലെ ഹെട്രോസ്പോറസുകൾക്ക് എക്സാമ്പിൾ. നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ 100% പ്രഡിക്ഷൻ എന്നൊക്കെ പറയൂലേ, അതാണ് ഈ ബോർഡ് കിടക്കുന്ന മാച്ച് ദ ഫോളോയിങ്. നാളെ നിങ്ങൾ കാണാൻ പോകുന്ന പരീക്ഷയ്ക്ക്, നിങ്ങൾ ഇത്തവണ പബ്ലിക്കിന് കാണാൻ പോകുന്ന 2 മാർക്കിൻ്റെ മാച്ച് ദ ഫോളോയിങ് ഈ ബോർഡ് കിടക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലെങ്കിലും വിശ്വസിച്ചാലും ഇത് പഠിച്ചിട്ട് പോയിക്കോ. ടെറിഡോഫൈറ്റിൻ്റെ 4 ക്ലാസ്സുകളാണ് ഈ എഴുതിയിട്ടുള്ളത്. സിലോപ്സിഡ, പുസുലോപ്സിഡ ഒന്നും വായിക്കണ്ട. സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫിനോപ്സിഡ, ടെറോപ്സിഡ. കിട്ടിയില്ല? നല്ല ബുദ്ധിമുട്ടാണ്, നിൽക്കറിയാം. ആദ്യമായിട്ട് കേൾക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ 4 ക്ലാസ്സുകളും പഠിക്കുക. അതിൽ വരുന്ന ഓരോ എക്സാമ്പിൾസും പഠിക്കുക. 1 പോരാ, 2 ഉണ്ടെങ്കിൽ 2, 3 ഉണ്ടെങ്കിൽ 3. നിർബന്ധമായിട്ടും ഈ പേജ് പഠിക്കാതെ പോകണ്ട. സിലോപ്സിഡ, സിലോട്ടം, ലൈക്കോപ്സിഡ, ലൈക്കോപോഡിയം, സെലാജിനല്ല, സ്ഫിനോപ്സിഡ, എക്വിസ്റ്റം, ടെറോപ്സിഡയിൽ ഡയോപ്റ്റെറിസ്, ടെറിസ് അഡിയാൻറ്റം, ഡയോപ്റ്റെറിസ്, ടെറിസ് അഡിയാൻറ്റം. കിഡില സാധനം. ഇത് പഠിക്കാണ്ട് പോണ്ട. 100% 2 മാർക്ക് ക്വസ്റ്റ്യൻ പഠിച്ചോ. എടാ ടെറിഡോഫൈറ്റിലെ ഒരു 4 ആളുകളുടെ ചിത്രമാണ്. ഇതുവരെ അങ്ങനെ പരീക്ഷകൾക്ക് വന്നിട്ടില്ല, വളരെ അപൂർവമാണ്. എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഓക്കെ മക്കളെ, സെലാജിനല്ല, എക്വിസ്റ്റം, ഫേൺസ്, സാൽവീനിയ, ഈ സാധനങ്ങളെ ഒന്ന് നോക്കി വെച്ചോ. നമ്മൾ പല ഗാർഡനുകളിലും ഇവനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പരീക്ഷയ്ക്ക് വന്നാൽ പേരെഴുതാൻ പറ്റണം മക്കളെ. നോക്കടാ ലാസ്റ്റ് മൂവിങ് ഓൺ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഗതിയിലേക്ക് നമ്മൾ എത്തി. ജിംനോസ്പേം. നെക്കഡ് സീഡഡ്, സീഡ് മാത്രം, ഫ്രൂട്ട് ഇല്ല, അതാണ് അർത്ഥം, തെറ്റിദ്ധരിക്കരുത്. നെക്കഡ് സീഡഡ്, ഓൺലി സീഡ് നോ ഫ്രൂട്ട്, ഓൺലി സീഡ് ഫ്രൂട്ട്. മക്കളെ ദാറ്റ് ഈസ് ഓൺലി ഓവ്യൂൾ മാത്രം, നോ ഓവറി. ഇതിലെ ഒരു എക്സാമ്പിളാണ് സെക്വ. ദിസ് ഇസ് ലാർജസ്റ്റ് ട്രീ അഥവാ റെഡ് വുഡ് ട്രീ എന്നൊക്കെ പറയും കേട്ടോ. സെക്വ ലാർജസ്റ്റ് ട്രീ അഥവാ റെഡ് വുഡ് ട്രീ. ഇതിൽ വേറെ 2 ജിംനോസ്പേമിലെ ചെടികളാണ് പൈനസും സൈക്കസും. അവരുടെ പ്രത്യേകത നോക്കാം. പൈനസിൻ്റെ റൂട്ട് എന്തായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയോ? ഫംഗസായിട്ട്. ചില സമയത്ത് പൈനസ് റൂട്ട് അസോസിയേറ്റഡ് വിത്ത് ഫംഗസ്. അതിന് വിളിക്കുന്നൊരു വാക്കാണ് മൈക്കോറൈസ.
നമ്മൾ മുന്നേ ഏതൊക്കെ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പൈനസിൻ്റെ റൂട്ട് അസോസിയേറ്റഡ് വിത്ത് ഫംഗസ് കോൾഡ് മൈക്കോറൈസം. സൈക്കസിൻ്റെ റൂട്ട് കോറലോയിഡ് ആയിരിക്കും കേട്ടോ, കോറലോയിഡ് ഷേപ്പ് ആയിരിക്കും, പവിഴപ്പുറ്റ് പോലെ, അതാണ് കോറലോയിഡ് കേട്ടോ, ഷേപ്പാണ്, അത് വിട്ടേക്ക്. സൈക്കസിൻ്റെ റൂട്ട് ആരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് നോക്കിയേ, നൈട്രജൻ ഫിക്സിങ് സൈനോ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ നോക്കിയേ പൈനസിൻ്റെ റൂട്ട് ഫംഗസേറ്റാണ്, പക്ഷേ സൈക്കസിൻ്റെ റൂട്ട് സൈനോ ബാക്ടീരിയനായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുക. കൊളാബ്രിക്കേഷൻ കോൺട്രിപ്ലിക്കേഷൻ ഓഫ് ദ ഇന്ത്യ പഠിച്ചോ, വെറൈറ്റീസ് ആണ്. എടാ പൈനസ് സൈക്കസ് ഉള്ള വേറൊരു ഡിഫറൻസ് പറഞ്ഞേ, ബ്രാഞ്ചഡ് ആണ് അൺബ്രാഞ്ചഡ് ആണ്. ഇവിടെ ലീഫ് സിമ്പിളും കോമ്പൗണ്ട് ലീഫൊക്കെ കാണാം, അവിടെ മിക്കവാറും പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ് സൈക്കസിൽ കാണാം. ഓക്കെ, ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യനോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ നമുക്ക് എൻഡ് ചെയ്യാം. അഡാപ്റ്റേഷൻ ടു വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം ടെമ്പറേച്ചർ, അതികഠിനമായ ചൂടിനെ തടുക്കാൻ ജിംനോസ്പേമിൽ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? അതികഠിനമായ ചൂടിനെ തടുക്കാൻ യെസ് ഉണ്ട്, 3 എണ്ണം. സങ്കൺ സ്റ്റൊമാറ്റ, കുഴിഞ്ഞിരിക്കുന്ന സ്റ്റൊമാറ്റ, സ്റ്റൊമാറ്റ ഇങ്ങനെ പുറത്തേക്കാവില്ല, ഉള്ളിലേക്കായിരിക്കും, അപ്പോൾ പെട്ടെന്ന് വെള്ളം പോവില്ല. തിക്ക് ക്യൂട്ടിക്കിൾ, ക്യൂട്ടിക്കിൾ നമ്മൾ പഠിച്ചാണ് വാക്സി ലെയർ, തിക്ക് ക്യൂട്ടിക്കിൾ പ്രിവെൻറ്റ് വാട്ടർ ലോസ് അല്ലേ. നീഡിൽ ലൈക്ക് ലീഫ്, അതാണ് ഈ നീഡിൽ ലൈക്ക്, നേർത്ത ചെറിയ ലീഫ്. ഓക്കെ, അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളം അധികം പ്ലാന്റിൽ നിന്ന് പോകണതൊക്കെ തടയും. ഓക്കെ, ഇത് വന്നിട്ടുണ്ട് അപൂർവമായിട്ട്, വേണമെങ്കിൽ ഇനിയും വരാം. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചോ, ടഫ് എക്സാമ്പിളൊക്കെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു 100% ഇമ്പോർട്ടൻസ് ഇട്ട് പഠിച്ചു. ഓക്കെ.